പെരുമ്പാവൂരിൽ പ്രവർത്തകരെ ഇറക്കി ശക്തി തെളിയിക്കാൻ എൽദോസ് കുന്നിപ്പള്ളി. പെരുമ്പാവൂർ നഗരത്തിൽ കുന്നിപ്പള്ളിക്ക് സീറ്റ് ആവശ്യപ്പെട്ട അനുയായികൾ പ്രതിഷേധ പ്രകടനം നടത്തി. വിവരങ്ങളുമായി ഇസത്ത് സുൽഫിക്കറുണ്ട്. ഇസത്ത്, സ്വന്തനായി നീങ്ങാൻ തന്നെയാണോ എൽദോസ് കുന്നിപ്പള്ളിയുടെ നീക്കം? വീണ്ടും അവിടെ എൽദോസിന് അനുകൂലിച്ചുള്ള പ്രതിഷേധങ്ങൾ, പ്രകടനങ്ങൾ ഉണ്ടാകുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ? രാവിലെ മുതൽ ഏറ്റവും അനിശ്ചിതമായി നിൽക്കുന്ന ഒരു സീറ്റാണ് പ്രധാനമായിട്ടും പെരുമ്പാവൂർ സീറ്റ്. അപ്പൊ ഇതിനെ മുൻനിർത്തിക്കൊണ്ടാണ് താൻ സ്വതന്ത്രനായി നിൽക്കുമെന്ന് ആദ്യം എൽദോസ് കുന്നപ്പള്ളി ഒരു സൂചന നൽകിയിരുന്നു. ഇന്ന് രാവിലെ ഡൽഹിയിൽ നിന്നും, അതായത് സീറ്റ് നിർണയവുമായി ബന്ധപ്പെട്ട് ചർച്ചകൾക്ക് ശേഷം ഡൽഹിയിൽ നിന്നും നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിയ ശേഷമാണ് അദ്ദേഹം മാധ്യമങ്ങളെ കാണുന്നത്. മാധ്യമങ്ങളോട് അദ്ദേഹം പറഞ്ഞത് തന്നെ തള്ളിക്കളഞ്ഞാൽ തീർച്ചയായിട്ടും താൻ ഒരു സ്വതന്ത്രനായി മത്സരിക്കുമെന്ന സൂചനയാണ് അദ്ദേഹം മാധ്യമങ്ങൾക്ക് നൽകിയിരുന്നത്. എന്നാൽ പിന്നീട് നടന്ന ചർച്ചകൾക്കും അതുപോലെ തന്നെ ഹൈക്കമാൻഡിൽ നിന്നും പ്രധാനമായിട്ടും എ കെ ആന്റണിയും അതുപോലെ തന്നെ കെ സി വേണുഗോപാലും തനിക്ക് അനുകൂലമായിട്ടുള്ള ഒരു നിലപാടാണ് എടുത്തിരിക്കുന്നത് എന്ന ഒരു കാരണത്താൽ താൻ സ്വതന്ത്രനായിട്ടല്ല, ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് പെരുമ്പാവൂർ മണ്ഡലത്തിൽ നിന്നും വിജയിക്കുമെന്ന് അദ്ദേഹം ഉറച്ച് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു. താൻ എന്തായാലും സ്വതന്ത്രനായിട്ടല്ല, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുമെന്ന സൂചനയാണ് ഒടുവിൽ നമുക്ക് ലഭിക്കുന്നത്. മാത്രമല്ല, ഈ മണ്ഡലത്തിൽ നിന്നും തന്നെക്കാൾ യോഗ്യനായ മറ്റൊരു സ്ഥാനാർത്ഥി ഇല്ല എന്ന സൂചനയും അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ പെരുമ്പാവൂരിൽ നിന്നും എൽദോസ് കുന്നപ്പള്ളി അല്ലാതെ മറ്റാരും മത്സരിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രവർത്തകരുണ്ട്, അതായത് അനുയായ പ്രവർത്തകർ ഉൾപ്പെടെ ഇവിടെ വലിയ പ്രതിഷേധ പരിപാടികളും ഇന്ന് ഉച്ചയ്ക്കും അതുപോലെ തന്നെ ഇന്ന് രാത്രിയും നടത്തിയിരുന്നു. ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സ്ഥാനാർത്ഥി പട്ടികയിൽ എൽദോസ് കുന്നപ്പള്ളിയുടെ പേര് ഉണ്ടാകുമോ എന്ന ചോദ്യം നിലനിൽക്കുന്നത്. രാത്രി പട്ടിക വന്നതിന് ശേഷം എൽദോസ് കുന്നപ്പള്ളിയുടെ പേര് ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും താൻ ഒരു സ്വതന്ത്ര നിലപാടിലേക്ക് പോകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അരുണ്യ, ശരി, സത്താണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്നും.